ഹോർമൂസ് കടലിടുക്കിൽ 2 ഇറാനിയൻ എണ്ണക്കപ്പലുകൾ അമേരിക്കൻ സൈന്യം വെടിവെച്ച് തകർത്തതായി റിപ്പോർട്ട്. ഇറാനിയൻ സേനയുമായുള്ള വെടിവെപ്പിന് പിന്നാലെയായിരുന്നു അമേരിക്കയുടെ നാടകീയമായ സൈനിക നീക്കം. ആക്രമണത്തിന്റെ വീഡിയോ US പുറത്തുവിട്ടു. നിലവിലുള്ള ദുർബലമായ വെടിനിർത്തൽ കരാറിനെയും ആഗോള ഊർജ്ജ സുരക്ഷയും ഈ സംഭവം വലിയ തോതിൽ ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ലംഘിക്കുവാൻ ശ്രമിച്ച 2 കപ്പലുകളെയാണ് US യുദ്ധവിമാനങ്ങൾ ആക്രമിച്ച് പ്രവർത്തനരഹിതമാക്കിയതെന്നും തങ്ങളുടെ നാവിക കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണ ശ്രമങ്ങളെ പ്രതിരോധിച്ചതായും US അവകാശപ്പെട്ടു. ഇതിനിടെ UAE ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ 3 പേർക്ക് പരിക്കേറ്റു. അമേരിക്കൻ സൈന്യത്തിന് ഭീഷണി ഉയർത്തുന്നവരെ വെറുതെ വിടില്ലെന്നും അവരെ തകർക്കുമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നൽകി. അതേസമയം സൈനികമായ തിരിച്ചടികൾക്കിടയിലും ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു നയതന്ത്ര പരിഹാരം തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സാഹചര്യം വഷളാകുന്നുണ്ടെങ്കിലും വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ നിയന്ത്രിക്കുവാനും കപ്പൽ പാത തുറക്കുവാനും തയ്യാറായില്ലെങ്കിൽ പൂർണ്ണതോതിലുള്ള ബോംബാക്രമണം പുനരാരംഭിക്കുമെന്ന് അദ്ദേഹം ഭീഷണി മുഴക്കി. അതേസമയം നയതന്ത്ര ചർച്ചകൾ മേശപ്പുറത്തുള്ളപ്പോൾ അമേരിക്ക സൈനിക സാഹസത്തിനാണ് മുതിരുന്നതെന്നും വെടിനിർത്തൽ കരാർ ലംഘിച്ചത് അമേരിക്കയാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കുറ്റപ്പെടുത്തി.